ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹൈഡ്രോളിക് മോട്ടോഴ്സ് എന്ന ടോപ്പിക്കാണ്. കഴിഞ്ഞ വീഡിയോ വരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഹൈഡ്രോളിക് സിലിണ്ടേഴ്സ് എന്ന ടോപ്പിക്കായിരുന്നു. ഹൈഡ്രോളിക് സിലിണ്ടേഴ്സ് അല്ലെങ്കിൽ അതിനെ ലീനിയർ ആക്ച്വേറ്റേഴ്സ് എന്നാണ് പറഞ്ഞിരുന്നത്. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോയിൽ ലീനിയർ ആക്ച്വേറ്റർ കഴിഞ്ഞിട്ട് അടുത്ത റോട്ടറി ആക്ച്വേറ്റേഴ്സിനെ പറ്റിയാണ് പഠിക്കുന്നത്. ഈ റോട്ടറി ആക്ച്വേറ്റേഴ്സിനെ ഹൈഡ്രോളിക് മോട്ടോഴ്സ് എന്നുകൂടെ പറയും. അപ്പോൾ ഹൈഡ്രോളിക് സിലിണ്ടേഴ്സ് നമ്മൾ പഠിച്ചു. ഇന്നത്തെ വീഡിയോയിൽ ഹൈഡ്രോളിക് മോട്ടോഴ്സിനെ പറ്റി പഠിക്കും. ഇത് ബേസിക്കലി രണ്ട് മൂന്നെണ്ണം ഉണ്ടെങ്കിലും നമുക്ക് ആദ്യത്തെ മെയിനായിട്ടുള്ള രണ്ടെണ്ണത്തെ പറ്റി നോക്കാം. ഒന്ന് ഗിയർ മോട്ടറും പിന്നെ ഒന്ന് വെയിൻ മോട്ടറും. ഇത് രണ്ടുമാണ് റോട്ടറി ആക്ച്വേറ്റേഴ്സായിട്ട് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ ഹെയർവാക്കിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ പിന്നെ പിസ്റ്റൺ എന്ന് പറയുന്ന ഒരു ടൈപ്പും കൂടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കുക. മെയിനായിട്ടുള്ള രണ്ടെണ്ണം ഈ ഗിയർ മോട്ടറും വെയിൻ മോട്ടറുമാണ്. ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഈ ഗിയർ പമ്പ്, വെയിൻ പമ്പ് അതെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഹൈഡ്രോളിക് മെഷീൻസ് എന്ന സബ്ജക്റ്റിൽ ഈ ഗിയർ പമ്പും വെയിൻ പമ്പും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. അപ്പം അതിൻ്റെ കൺസ്ട്രക്ഷന് സിമിലർ ആയിട്ടാണ് ഈ ഗിയർ മോട്ടറും വെയിൻ മോട്ടറും എല്ലാം വരുന്നത്. കൺസ്ട്രക്ഷൻ ഓൾമോസ്റ്റ് സിമിലർ ആണ്. വർക്കിംഗ് നേരെ ഓപ്പോസിറ്റാണ്. സെയിം വർക്കിംഗ് അല്ല, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. മറ്റേ പമ്പാണെങ്കിൽ ഇത് മോട്ടറാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. അപ്പം ബേസിക്കലി നിങ്ങൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് ഇതിൻ്റെ വർക്കിങ്ങിൻ്റെ ഏകദേശ രൂപവും കൺസ്ട്രക്ഷനും എല്ലാം പഠിച്ച് കാണും. അതുപോലെ തന്നെയാണ് ഇതും. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ഇതിൻ്റെ ഡെപ്തിലോട്ട് ഇറങ്ങി എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. ജസ്റ്റ് ഫിഗർ കാണുക, പിന്നെ എക്സാമിന് എഴുതാനായിട്ട് 2-3 പോയിൻറ്റ്സും കൂടെ ഒന്ന് പറയും. അത്രയേ വരുന്നുള്ളൂ. ഈ ഹൈഡ്രോളിക് മോട്ടോഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ എന്നാൽ ഹൈഡ്രോളിക് മോട്ടോർ ഈസ് എ റോട്ടറി ആക്ച്വേറ്റർ wherein hydraulic energy is converted into mechanical energy in the form of rotary motion and torque which may be used for doing work. അതായത് റോട്ടറി മോഷനിലുള്ള ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് ഈ ആക്ച്വേറ്ററിൽ നിന്ന് കിട്ടേണ്ടത്. ഈ ഹൈഡ്രോളിക് എനർജി, അതായത് ഹൈ പ്രഷറിലുള്ള ഫ്ലൂയിഡിൻ്റെ എനർജി, അതിനെയാണ് മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഈ മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ റോട്ടറി മോഷനാണ് അതിൻ്റെ എനർജി ആയിട്ട് വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ റോട്ടറി മോഷൻ ആയതുകൊണ്ട് ടോർക്കും കൂടെ കാണും. അപ്പോൾ ഇത് രണ്ടും ഉപയോഗിച്ചാണ് എന്തെങ്കിലും വർക്ക് എന്തെങ്കിലും ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും മെഷീൻ പ്രവർത്തിക്കുകയോ ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള ആക്ച്വേറ്റർ തന്നെയാണ് ഹൈഡ്രോളിക് മോട്ടോർ എന്ന് പറയുന്നത്. നമുക്ക് ആദ്യം ഗിയർ മോട്ടറിനെ പറ്റി പഠിക്കാം. ഇത് ആക്ച്വലി പഠിക്കാനൊന്നുമില്ല, ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കാരണം ഇതിൻ്റെ വർക്കിംഗ് എല്ലാം നിങ്ങൾ ആൾറെഡി പഠിച്ചത് തന്നെ ആയിരിക്കും. ഈ ഗിയർ മോട്ടർ എന്ന് പറഞ്ഞാൽ ഇതിൽ ഹൈ പ്രഷർ ഫ്ലൂയിഡാണ് അതിൻ്റെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. ആ ഹൈ പ്രഷർ കാരണം ഇതിൻ്റെ ഈ ഗിയേഴ്സ്, ഈ 2 ഗിയേഴ്സ് തമ്മിൽ റൊട്ടേറ്റ് ചെയ്ത് തമ്മിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. ഒന്ന് ക്ലോക്ക് വൈസിലും മറ്റേത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുമായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. ഹൈ പ്രഷർ ഫ്ലൂയിഡ് ഇതിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചിട്ട് പുറത്തോട്ട് ടാങ്കിലോട്ട് ലോ പ്രഷർ ഫ്ലൂയിഡായിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ നമുക്കിതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഈ ഗിയറിൻ്റെ റൊട്ടേഷൻ, അതാണ് നമ്മുടെ ബേസിക്കലി ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇത് ഈ ഗിയർ മോട്ടോർ എന്ന് പറയുന്നതിൻ്റെ ഫിഗർ എക്സാമിന് ചോദിക്കുമ്പോൾ മേ ബി 5 മാർക്സിനായിരിക്കും ചോദിക്കുന്നത്. ഫിഗറാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഫിഗർ വരയ്ക്കുക, ഈ ഗിയർ പറ്റാവുന്നുള്ള രീതിയിൽ നന്നായിട്ട് വരയ്ക്കാൻ ശ്രമിക്കുക. പിന്നെ ഹൈ പ്രഷർ, ലോ പ്രഷർ മാർക്ക് ചെയ്യുക. പിന്നെ വർക്കിംഗ് ഒരു 3-4 സെൻറ്റൻസിൽ എഴുതുക, അത്ര മാത്രമേ ഉള്ളൂ. ഈ ഗിയർ മോട്ടോർ സാധാരണ യൂസ് ചെയ്യുന്നത് മീഡിയം സ്പീഡ് ലോ ടോർക്ക് ആപ്ലിക്കേഷൻസിനാണ് ഈ ഗിയർ മോട്ടോർ സാധാരണ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഗിയർ പമ്പിൻ്റെ വർക്കിങ്ങിൻ്റെ ഏകദേശം സിമിലറാണ്. ഗിയർ പമ്പിൻ്റെ കൺസ്ട്രക്ഷനും ഏകദേശം സിമിലറാണ് ഈ സംഭവം. അതുകൊണ്ട് ഇതിൻ്റെ വർക്കിംഗ് കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതുപോലെ തന്നെയാണ് വെയിൻ മോട്ടറും. ഈ വെയിൻ മോട്ടർ എന്ന് പറയുന്നത് വെയിൻസ് ആയിരിക്കും ഉള്ളത്. വെയിൻസിൻ്റെ റൊട്ടേഷൻ അനുസരിച്ച് ഒരു റോട്ടറി മോഷൻ അതിൽ ക്രിയേറ്റ് ആവും. ഇതൊരു പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് മോട്ടർ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ 2 ഇത് പോർട്ടാണുള്ളത്. ആദ്യത്തെ ഈ ഹൈ പ്രഷർ ഫ്ലൂയിഡ് ഈ വഴിയാണ് എൻ്റർ ചെയ്യുന്നത്. അത് ഇതിന് റൊട്ടേറ്റ്, ഈ വെയിൻസിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചിട്ട് ലോ പ്രഷർ ഫ്ലൂയിഡായിട്ട് ടാങ്കിലേക്ക് പോകുന്നത് ഈ സൈഡിൽ, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ സൈഡിലൂടെ ആയിരിക്കും. അപ്പം ഇവിടെ നിന്ന് ഹൈ പ്രഷർ ഫ്ലൂയിഡ് എൻട്രി ചെയ്യും, ഇവിടെ നിന്ന് അങ്ങോട്ട് എക്സിറ്റ് ചെയ്യും. ഈ കാണുന്നതാണ് വെയിൻസ് എന്ന് പറയുന്നത്. അതൊരു എസെൻട്രിസിറ്റി ഒക്കെ കാണും, അതിലായിരിക്കും കിടന്ന് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതിനനുസരിച്ച് റോട്ടറി മോഷനായിരിക്കും നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. ഇത് വെയിൻ മോട്ടർ. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വർക്ക് നിങ്ങൾ രജപൂത്തിൻ്റെ ടെക്സ്റ്റിൽ, എനിക്ക് തോന്നുന്നു എയർവാഗിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ അധികം ഇല്ല, രജപൂത്തിൻ്റെ ടെക്സ്റ്റിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. വെയിൻ പമ്പിൻ്റെയും വെയിൻ മോട്ടറിൻ്റെയും വർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗിയർ പമ്പിൻ്റെയും ഗിയർ മോട്ടറിൻ്റെയും. നമുക്ക് പമ്പ് പഠിക്കാനില്ല, സിലബസിൽ മെൻഷൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഈ ഗിയർ മോട്ടറും വെയിൻ മോട്ടറും മാത്രം പഠിച്ചാൽ മതി. ഇത് 5 മാർക്സിനെ ചോദിക്കാൻ സാധ്യതയുള്ളൂ. അത് സാധ്യത വളരെ കുറവാണ്. ചോദിക്കുന്നതെങ്കിൽ 5 മാർക്സിനെ ചോദിക്കുകയുള്ളൂ. അപ്പോൾ ഇത് രണ്ടുമാണ് ഈ ഹൈഡ്രോളിക് മോട്ടേഴ്സ് അല്ലെങ്കിൽ റോട്ടറി ആക്ച്വേറ്റേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന 2 ഡിവൈസസ്. അപ്പം എക്സാമിന്
എഴുതാൻ പാകത്തിന് കുറച്ച് കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് പോവുക എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൻ്റെ കൺസ്ട്രക്ഷനും ഇതിൻ്റെ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ ബേസിക് ആയിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഈ ടോപ്പിക്കിൽ നിന്ന് ചോദിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഈ ഹൈഡ്രോളിക് മോട്ടോഴ്സ് അല്ലെങ്കിൽ റോട്ടറി ആക്ച്വേറ്റേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക്. ബാക്കി അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.